മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 25-ാം അധ്യായം 27-ാമത്തെ വാക്യം. സെയിന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 25 വേഴ്സ് 27. എന്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു. ഞാൻ വന്ന് എന്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക താലന്ത് ദൈവം ഓരോരുത്തർക്കും തന്നിട്ടുണ്ട്. പ്രസ്തുത താലന്ത് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ദൈവം മഹത്വത്തിനായി ഉപയോഗിച്ചാൽ ജീവിതം വിജയമായിരിക്കും. കർത്താവ് പറഞ്ഞ ഉപമയിൽ ഒരാൾ 3 ആളുകളെ വ്യത്യസ്തമായ 3 തുകകളെ ഏൽപ്പിച്ചു. അതുകൊണ്ട് തൊഴിൽ ചെയ്തു, അധികം നേടുവാൻ ആവശ്യപ്പെട്ടു. 5 ലഭിച്ചവൻ വേറെ 5-ഉം, 2 ലഭിച്ചവൻ വേറെ 2-ഉം നേടി. 1 ലഭിച്ചയാൾ യാതൊന്നും ചെയ്യാതെ ധനം മറച്ചു വെച്ചു. അവന് ലഭിച്ച തുക കുറവായിരുന്നതിനാൽ അമർഷമുണ്ടായിരുന്നിരിക്കാം. നമുക്ക് വലിയ കഴിവുകളൊന്നുമില്ല എന്ന് ചിന്തിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്നത് തെറ്റാണ്. ദൈവം മോശയ്ക്കൊരു വടിയും ദാവീദിന് ഒരു കവണയും സാംസണ് കഴുതയുടെ താടിയെല്ലും കൊടുത്തു. എസ്തേർ രാജ്ഞിക്ക് സൗന്ദര്യവും ഇവരായിക്ക് കവിതാവാസനയും അപ്പല്ലോസിന് പ്രസംഗ പാഠവും കൊടുത്തു. അവരെല്ലാം അവരുടെ താലന്തുകളെ ശരിയായി ദൈവത്തോട് ചേർന്ന് ഉപയോഗിച്ചു. വലിയ കാര്യങ്ങൾ സാധിക്കുകയും ചെയ്തു. നമ്മളുടെ കൃപാവരങ്ങളെ അലക്ഷ്യമായി വിചാരിക്കരുത്. നമ്മിൽ ഓരോരുത്തർക്കും ഓരോ പ്രത്യേക താലന്ത് ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ പ്രത്യേക കഴിവെന്താണെന്ന് മനസ്സിലാക്കി അതിൽ ഏകാഗ്രത പാലിച്ച് പ്രവർത്തിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ താലന്തുകൾ ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് താലന്തുകൾ ഏൽപ്പിച്ച ദൈവത്തോട് കാട്ടുന്ന അവിശ്വസ്തതയാണ്. ഒരുപക്ഷെ നാം പല അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കാം. നാം നഷ്ടപ്പെടുത്തുന്ന ഓരോ അവസരവും എന്നേക്കുമായി നഷ്ടപ്പെടുകയാണ്. നമ്മുടെ പ്രത്യേക താലന്തുകൾ ഉപയോഗിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ലഭിച്ച താലന്തുകൾ ഉപയോഗിക്കാതിരിക്കുന്നത് ആ താലന്തുകൾ തന്ന ദൈവത്തോട് കാട്ടുന്ന അവിശ്വസ്തതയാണ്. നമ്മുടെ ജീവിതത്തിൽ അതൊരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.